നിങ്ങൾ എത്ര പേർ ശ്രദ്ധിച്ചു എന്നെനിക്കറിയില്ല. ഈ കഴിഞ്ഞ ദിവസം വഖഫ് ബോർഡിലെ സിഇഒയെ പറഞ്ഞു വിട്ടു. ഹാരിസ് മുഹമ്മദ് എന്ന് പറഞ്ഞൊരു പൂമാനായിരുന്നു വഖഫ് ബോർഡിലെ സിഇഒ. അദ്ദേഹം ശരിക്കും വഖഫ് ബോർഡിലെ ഉദ്യോഗസ്ഥനല്ല, കേരള ഗവൺമെൻറ്റിൻ്റെ നിയമവകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയുടെ ചുമതല വഹിക്കുന്ന, അഡീഷണൽ സെക്രട്ടറിയായി ജോലി ചെയ്യുന്ന ഒരു ഉദ്യോഗസ്ഥനാണ്. അവിടെ നിന്ന് ഡെപ്യൂട്ടേഷനിൽ നമ്മുടെ ഇടതുപക്ഷ സർക്കാർ ഇദ്ദേഹത്തെ വഖഫ് ബോർഡിലേക്ക് കൊണ്ടുവന്നതാണ്. വഖഫ് ബോർഡിൻ്റെ സാർവത്രികവും സർവതോമുഖവുമായ പുരോഗതിയിലാക്കിയിട്ടാണ് ഇദ്ദേഹത്തെ നിയമിച്ചത് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല. അദ്ദേഹം വന്ന ഉടനെ തന്നെ ഒരുപാട് പരിഷ്കാരങ്ങൾ അവിടെ ഏർപ്പെടുത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് മുനമ്പം വസ്തു ഉമ്മീദ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യുക എന്നുള്ളതായിരുന്നു. അതായത് പുതിയതായിട്ട് വന്ന സർക്കാരിൻ്റെ അതിഗംഭീരമായ ഒരു ആപ്പാണ് മൂപ്പിലാൻ അടിച്ചത്. ഈ വഖഫ് ബോർഡിൽ സഖാക്കൾക്കാണ് ഇപ്പോൾ പ്രാമുഖ്യമുള്ളത്. നമ്മുടെ ഡബിളെ റഹീം എം പി ആണ് അതിലെ ഒരു മെമ്പർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാമല്ലോ അതിൻ്റെ ഒരു വിപ്ലവ സ്വഭാവം. വഖഫ് ബോർഡ് ചെയർമാൻ എന്ന് പറയുന്നത് മുസ്ലിം ലീഗിൽ നിന്ന് കാലുമാറി മാർക്സിസ്റ്റ് മച്ചമ്പിയായിട്ട് മാറിയ വേറൊരാളാണ്. അദ്ദേഹത്തിൻ്റെ പേര് കെ എസ് ഹംസ എന്നാണ്. അദ്ദേഹം ജനാബ് കെ എസ് ഹംസയായിരുന്നു. സമീപകാലത്ത് സഖാവ് കെ എസ് ഹംസയായി മാറി എന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പുള്ളി പൊന്നാനി മണ്ഡലത്തിൽ മത്സരിച്ച് വീരമൃത്യു വരിക്കുകയും ചെയ്ത ആളാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കറതീർന്ന സഖാവാണ് ഈ വഖഫ് ബോർഡിൻ്റെ ചെയർമാൻ. മെമ്പർമാർ എന്ന് പറയുന്നത് നമ്മുടെ ഡബിള റഹീമിനെ പോലുള്ള തീര വിപ്ലവകാരികളാണ്. പിന്നെ വേറെ കുറച്ച് പേര് കൂടിയുണ്ട്. ഈ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലാവധി കഴിയുന്നതിന് മുമ്പ് തിടുക്കപ്പെട്ട് ഇത്രയും മാന്യമഹാന്മാർ അതുപോലെ വിപ്ലവകാരികളൊക്കെ വഖഫ് ബോർഡിലാക്കിയിട്ട് പോയത് വരുന്ന സർക്കാരിന് പണി കൊടുക്കുക എന്നുള്ള ഉദ്ദേശമുണ്ടാണ്. അതായത് ഇപ്പോഴത്തെ സർക്കാർ ആ പണിയാണ് അവർ ഉമ്മീദ് പോർട്ടലിൽ കൂടി ചെയ്തു തുടങ്ങിയത്. മാത്രമല്ല വഖഫ് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലർമാരെ നിയമിക്കുന്നതിന് മുമ്പ് സർക്കാരിനോട് കൂടി ആലോചിക്കണം എന്നൊരു കത്ത് കൊടുത്തു. അതൊന്നും പരിഗണിക്കാതെ ഈ വഖഫ് ബോർഡിൻ്റെ സ്റ്റാൻഡിംഗ് കൗൺസിലിനെ തീരുമാനിക്കുന്നത് വഖഫ് ബോർഡാണ്. സർക്കാർ അതിനുവേണ്ടി ബുദ്ധിമുട്ടണ്ട എന്ന നിലപാടുമാണ് നമ്മുടെ മഹാനായ സിഇഒ കൈക്കൊണ്ടത്. അപ്പോൾ ഇത്രയായി കഴിഞ്ഞപ്പോൾ ഇനി സർക്കാരിനെ കൊണ്ട് ചെയ്യാവുന്ന സർക്കാർ ചെയ്യണമല്ലോ. സർക്കാർ ഉടനെ തന്നെ ഹാരിസ് മുഹമ്മദിനോട് പറഞ്ഞു, മുഹമ്മദേ നിൻ്റെ പണി നന്നായിട്ടുണ്ട്, ഇത്രയും പണിഞ്ഞത് മതി, നാളെ തൊട്ട് പണിയണ്ട എന്ന് പറഞ്ഞ് പുള്ളിയെ ധനവകുപ്പിലേക്ക് നിയമവകുപ്പിലേക്ക് മടക്കി അയച്ചിരിക്കുകയാണ്. പുള്ളിയുടെ ഡെപ്യൂട്ടേഷൻ സർക്കാർ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഇനി സെക്രട്ടേറിയറ്റിൽ പോയിരുന്ന് പഴയ പണി ചെയ്ത് വെച്ചാൽ മതി, വഖഫ് ബോർഡിലിരുന്ന് പണിയേണ്ട പണി വേണ്ട എന്ന് പറഞ്ഞു. തൽസ്ഥാനത്ത് മഞ്ജു എന്ന് പറഞ്ഞ ഒരു മഹതിയെ നിയമിച്ചു. മഞ്ജുവിനെ സംബന്ധിച്ചോളം പറഞ്ഞാൽ അവർ വഖഫ് ബോർഡിലെ ജീവനക്കാരിയാണ്. അവിടെ ഇതിന് തൊട്ട് താഴത്തെ പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ആളാണ്. അവരെ വഖഫ് ബോർഡിൻ്റെ സിഇഒ ആയിട്ട് താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിരിക്കുകയാണ്. ഇനി ഫുൾ ടൈമായിട്ട് വേറെ ആളെ വെക്കുമെന്ന് നമുക്കറിയില്ല. ഈ മഞ്ജുവിനെ നിയമിച്ചു എന്ന് കേട്ടപ്പോഴത്തേക്കും നമ്മുടെ നാട്ടിൽ ഒരു വിഭാഗം ആളുകളൊക്കെ ഇളകി വശമായി. മഞ്ജു എന്ന പേര് അവർക്ക് താങ്ങാൻ പറ്റുന്നതിനപ്പുറം ഈ തിരുവിതാംകൂർ ഭാഗത്ത്, പ്രത്യേകിച്ച് ഞങ്ങളുടെ നാടായ ആലുവ, പറവൂർ, പെരുമ്പാവൂർ മേഖലയിൽ മുസ്ലിം പെൺകുട്ടികൾക്ക് മഞ്ജു, സുനിത, അനിത എന്നൊക്കെ പേര് ധാരാളമായിട്ടുണ്ട്. ലീന എന്നൊക്കെ പേരിൽ നിരവധി മുസ്ലിം യുവതികൾ. അതൊന്നും ആരും ഹറാമായിട്ടോ അല്ലെങ്കിൽ ഖുറാഫാത്തായിട്ടോ ഷിർക്കായിട്ടോ വിചാരിച്ചിരുന്നില്ല, ഇപ്പോഴും വിചാരിക്കുന്നില്ല. അങ്ങനെയാണ് ഈ മഹദിക്ക് മഞ്ജു എന്ന് പേരിട്ട്. ഇവരുടെ സ്വന്തം സ്ഥലം പറവൂരിനടുത്താണ്. വടക്കൻ പറവൂർ എന്ന് വെച്ചാൽ നമ്മുടെ വി ഡി സതീശൻ്റെ മണ്ഡലത്തിലാണെന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ് ഇവർ. മുസ്ലിം സമുദായ അംഗമാണ്. പക്ഷേ പേര് കേട്ടപ്പോൾ പലരും ഇവർ കാഫ്രിജിയാണ് എന്ന് വിചാരിച്ചു. ഉടനെ തന്നെ എല്ലാവരും പോസ്റ്റ് ഇട്ടു, ഇതാ വഖഫ് ബോർഡിനെ അട്ടിമറിക്കാൻ മഞ്ജു വരുന്നു എന്ന് പറഞ്ഞ് ഭയങ്കര കുളരൊക്കെ സൃഷ്ടിച്ച ഒരു തരംഗമാണ് നമ്മുടെ സാമൂഹ്യ മാധ്യമത്തിലുണ്ട്. പിന്നീട് മനസ്സിലായത് ഈ മഞ്ജു എന്ന് പറയുന്നത് നമ്മുടെ സമുദായക്കാർ എന്നോട് തലയിൽ തട്ടവിട്ട ഒരു മുസ്ലിം സ്ത്രീയാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞപ്പോൾ ഇവന്മാർ പോസ്റ്റ് മുക്കി ഓടിക്കളഞ്ഞു. പക്ഷേ പ്രശ്നം തീർന്നിട്ടില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ഹാരിസ് മുഹമ്മദ് ഉണ്ടാക്കി വെച്ച കലാപരിപാടി ഇനി തുടരാൻ പറ്റുകയില്ല. സർക്കാരിൻ്റെ ആജ്ഞാനുവർത്തിയായ ഒരു സെക്രട്ടറിയാണ്, ഒരു സിഇഒ ആണ് ഇപ്പോൾ വഖഫ് ബോർഡിൽ ഉണ്ടായിട്ടുള്ളത്. വഖഫ് ബോർഡ് ചെയർമാൻ്റെ തീട്ടൂരനുസരിച്ചൊന്നും ഇനി കാര്യങ്ങൾ നടക്കുകയില്ല. സഖാവ് ഹംസ അധ്യക്ഷനായിരിക്കുന്ന ഈ വഖഫ് ബോർഡ് ഇനി എത്ര നാൾ മുമ്പോട്ട് പോകും എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. മാത്രവുമല്ല വഖഫ് ബോർഡിലെ 2 അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാനുണ്ട്. പിണറായി വിജയൻ ആൾ ധീരപരാക്രമി ആയതുകൊണ്ട് ഈ അമുസ്ലിം അംഗങ്ങളെ നിയമിക്കാതെയാണ് പുള്ളി വഖഫ് ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അമുസ്ലിം അംഗങ്ങളെ ഉടനെ നിയമിക്കണം എന്ന് പറഞ്ഞ് പി സി ജോർജിൻ്റെ മകൻ ഷോൺ ജോർജ് ഹൈക്കോടതിയിൽ റിട്ട് കൊടുത്തിട്ട് അതിൽ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് സർക്കാരിൻ്റെയും വഖഫ് ബോർഡിൻ്റെയൊക്കെ നിലപാട് നേടിയിട്ടുണ്ട്. നിയമം അനുസരിച്ച് 2 അമുസ്ലിങ്ങളും ഉണ്ടെങ്കിൽ മാത്രമേ വഖഫ് ബോർഡിന് പൂർണ്ണത കിട്ടുകയുള്ളൂ. അല്ലെങ്കിൽ വഖഫ് ബോർഡ് അപൂർണ്ണമാണ്.
അപ്പോൾ ഇങ്ങനെ ഒരു ടാങ്കും കൂടി അവിടെ നിന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു സാഹചര്യത്തിലാണ് ഹാരിസ് മുഹമ്മദിനെ പറഞ്ഞു വിടുന്നതും മഞ്ജുവിനെ കൊണ്ടുവന്നതും. ഏതായാലും മഞ്ജുവിൻ്റെ വരവും മംഗളമാകട്ടെ. വഖഫ് ബോർഡിൽ അന്യായമായിട്ട് ഭൂമി കയ്യേറിയ ആളുകളൊക്കെ വഖഫ് ബോർഡിൽ ഒഴിപ്പിക്കാൻ കഴിയട്ടെ. വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്തങ്ങൾ, കർത്തവ്യങ്ങളൊക്കെ ഭംഗിയായിട്ട് നടക്കട്ടെ. അതുപോലെ ഈ മുനമ്പത്തെ പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികൾക്ക് ഊട് വയ്ക്കാനുള്ള പരിപാടിയിൽ നിന്ന് വഖഫ് ബോർഡ് സധൈര്യം പിന്മാറട്ടെ എന്ന് മാത്രം ആശിക്കുന്നു, ആഗ്രഹിക്കുന്നു.